എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഴവും റവയും ഉപയോഗിച്ച് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി നോക്കാം. വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ നെയ്യില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പഴത്തിൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏത്തപ്പഴം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്ര ചെറുതാക്കി എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നെയ്യിൽ അല്ലെങ്കിൽ ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പഴമൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം. വെന്ത് ഉടഞ്ഞ് വരുന്ന ആ ഒരു പാകമാവുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു സ്പാച്ചുല വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ പഴത്തിന് കൂടുതൽ സ്വാദ് കൂടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പഞ്ചസാര പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് നന്നായിട്ട് അലിഞ്ഞു ചേരണം. അതുവരെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് അളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 വലിയ ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 1/4 കപ്പ് അളവിൽ റവ ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് റവ ചേർത്ത് കൊടുക്കുക. ചെറിയ പഴമാണ്, മീഡിയം സൈസ് പഴമൊക്കെ ആണെങ്കിൽ 1/2 കപ്പ് റവ ധാരാളം മതിയാകും. അപ്പോൾ റവ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയാണെങ്കിൽ കുറച്ചും കൂടെ സ്വാദ് കൂടും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത റവയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ അതിനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ റവയും പഴവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ റവയൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ആ റവ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളത്തിന് പകരം വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം, അങ്ങനെയാണെങ്കിലും നല്ലതാണ്. പക്ഷെ ഞാനിവിടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് റവ നല്ലപോലെ വെന്ത് വരും. അപ്പോഴാണ് നമ്മുടെ ഈ സ്നാക്ക് കൂടുതൽ ടേസ്റ്റി ആവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേവിക്കാനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ റവയും പഴവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് എണ്ണയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ആ ഒരു രീതിയിലുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. എണ്ണയിൽ മുക്കി വറുക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ നമ്മുടെ പഴത്തിലെ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റാം. പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ വേണം അടുപ്പത്ത് നിന്ന് മാറ്റാനായിട്ട്. അപ്പോൾ ഞാനിത് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ രീതിയിൽ ചൂടാറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനൊരു റൗണ്ട് ഷേപ്പിൽ ഉണ്ട പോലെയാണ് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. സിലിണ്ടറായിട്ടോ അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴത്തിന് ചെറിയ ചൂടുള്ളപ്പോൾ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. ഉണങ്ങി കഴിഞ്ഞാൽ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് നല്ല ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ റവ ബനാന ബോൾസ് എല്ലാം റൗണ്ട് ഷേപ്പിൽ ഉണ്ട പോലെ ഉരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിൽ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്ന് കവർ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയൊക്കെ കിട്ടും നമ്മുടെ ഈ സ്നാക്കിന്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വൈറ്റ് കളറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. അവരെന്തായാലും കഴിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.